സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം LDFകാരല്ല. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ്. അതായത് കോൺഗ്രസിനകത്ത് യാതൊരുവിധ തർക്കങ്ങളുമില്ല. അപ്പോൾ ഈ 2 മാസം കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വളരെ രീതിയിൽ മോശമായിട്ടുള്ള അപകീർത്തി പോസ്റ്റുകൾ മാത്രമാണ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ അകത്ത് ഇരുന്ന് തന്നെ കുറച്ച് പുഴുക്കുത്തുകളെന്ന് തന്നെ പറയാൻ പറ്റും. അവർ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ രൂക്ഷമായിട്ടുള്ള ചില വാചകങ്ങൾ പുറത്ത് നവമാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. നമസ്കാരം. KSU മുഖ്യമന്ത്രി തർക്കത്തിൽ ഓരോ മണിക്കൂറിലും പുതിയ പോർമുഖങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുമ്പോൾ മറ്റു ചിലർ KSU നേതാക്കളെയും അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇതിലേറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആര്യനാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ അജു കെ മധു നടത്തിയ പ്രസ്താവനയാണ്. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അജു കെ മധു തന്നെ മറുനാടനോട് പ്രതികരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ്. അതായത് കോൺഗ്രസിനകത്ത് യാതൊരുവിധ തർക്കങ്ങളുമില്ല. അതായത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും 10 വർഷത്തിന് ശേഷം ഗവൺമെൻറ് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റാണ്. ഈ 2 മാസം കൊണ്ട് അതായത് കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാനീയനായ BD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. അപ്പോൾ ഇത്തരം നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇതൊന്നും ചൂണ്ടിക്കാണിക്കാതെ കോൺഗ്രസിൻ്റെ തമ്മിലടി മാത്രമാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സതീശൻ സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കില്ല. കാരണം സോഷ്യൽ മീഡിയയിലടക്കം വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ KSUവിൻ്റെ നേതാവ് പുറത്ത് ഇരുന്ന കാരണം ഈ ഹിന്ദു ഐക്യവേദിയെ അകത്ത് കയറ്റി ഇരുത്തി എന്നുള്ളതൊക്കെയാണ് ആരോപണം. നമുക്കറിയാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനകീയ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിനകത്തുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സാധാരണപ്പെട്ട ജനം ഈ സെക്രട്ടറിയേറ്റിനകത്ത് കയറിയിട്ടുണ്ട്? ഒരു കാരണവശാലുമില്ല, ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഈ 2 മാസം ആയതിനു ശേഷം നിരവധി സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇന്ന് സെക്രട്ടറിയേറ്റിനകത്ത് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ വിവാദങ്ങൾ ചുമ്മാ പടച്ചു വിടുകയാണ് മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ അതായത് ഇന്നിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ അകത്തിരുന്ന് തന്നെ കുറച്ച് പുഴുക്കുത്തുകളെന്ന് തന്നെ പറയാൻ പറ്റും. അവർ കോൺഗ്രസിനെതിരെ വളരെ രൂക്ഷമായ, അതായത് കോൺഗ്രസിനെതിരെ അല്ല മുഖ്യമന്ത്രിക്കെതിരെ തന്നെ രൂക്ഷമായിട്ടുള്ള ചില വാചകങ്ങൾ പുറത്ത് നവമാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അവരിൽ പലരും കോൺഗ്രസിൻ്റെ വക്താക്കളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. ഈ കോൺഗ്രസിൻ്റെ വക്താക്കൾ നമുക്കറിയാൻ പറ്റും. പഴയ കാലത്ത് വക്താക്കൾ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാൻ സാധിക്കും. ഉണ്ണിത്താൻ, അതുപോലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ വിഷ്ണുനാഥ്, ലിജു, BRM ഷബീർ, അവർ ശരിക്കും വക്താക്കളാണ്. ഈ വക്താക്കൾ എന്ന് സ്വയം പ്രചരിപ്പിക്കുന്ന 2-3 ആൾക്കാരുണ്ട്. KPCC ഔദ്യോഗികമായി വക്താക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ പറയണം. ഇപ്പം നമുക്കറിയാൻ പറ്റും ജിൻഡോ ജോൺ വക്താവെന്നാണ് പറയുന്നത്. ഞാൻ നാളെ തൊട്ട് വക്താവെന്ന് പറഞ്ഞുകൊണ്ട് 2-3 ചാനലിനെ വിളിച്ച് വരുത്തിയിട്ട് എനിക്ക് എന്ത് തോന്നിയോസം വിളിച്ച് പറയാൻ പറ്റുമോ? അത് ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ പറയും കോൺഗ്രസിൻ്റെ വക്താവ് അജു ഇന്ന് കോൺഗ്രസിനെതിരെ പ്രസ്താവന ഇറക്കി. പക്ഷെ അതൊക്കെ വാസ്തവ വിരുദ്ധമാണത്. അവരൊന്നും വക്താക്കളല്ല, ഒരു കാരണവശാലും വക്താക്കളല്ല. വക്താക്കളാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് അവർ കാണിക്കണം. ഈ ജിൻഡോ ജോർജ് ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് BD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ജിൻഡോ പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല. ജിൻഡോ അന്ന് മുതൽ ഈ 2 മാസം കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വളരെ രീതിയിൽ മോശമായിട്ടുള്ള അപകീർത്തി പോസ്റ്റുകൾ മാത്രമാണ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് അധികാരത്തിലേറാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സുകാർ തന്നെ ഈ ഒരു ഭരണത്തെ തുലയ്ക്കുമോ എന്നുള്ള ചോദ്യമാണ്. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം LDFകാരല്ല. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇപ്പം പ്രതിപക്ഷത്തിന്
അതായത് ഈ BD സർക്കാരിനെതിരെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനില്ല. ഇന്ന് മുഹമ്മദ് റിയാസ് എന്താണെന്ന് പറയുന്നത്, ഒരു പ്രസ്താവന ഇറക്കി എന്താണ്, അതായത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ അനുമതി കൂട്ടാക്കിയില്ലെന്നാണ്. നമുക്കത് ഒരു കാരണവശാലും, അതായത് ഭരിക്കുന്ന പാർട്ടിയിലെ, അതായത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ അവസരം നിഷേധിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാൻ പറ്റും, ഈ അലൂഷ്യസിന് സെക്രട്ടറിനകത്ത് കയറിയാൽ ആരാണ് അകത്ത് കാണണ്ടെന്ന് പറയുന്നത്? ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ, അദ്ദേഹത്തിന് എന്ന് വേണോ എപ്പോഴും വേണോ കാണാം. പക്ഷേ ഇത് മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല. ഇതാര് പറയുന്നു? മാധ്യമങ്ങളാണ് പറയുന്നത്, അല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഇന്ന് വരെയായിട്ടും. ഈ ജിൻഡോ ജോൺ വക്താവല്ല എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് കോൺഗ്രസിൻ്റെ വക്താക്കൾ? നിലവിൽ കോൺഗ്രസിൻ്റെ വക്താക്കളെ പുനഃസംഘടിപ്പിച്ചിട്ടില്ല. പഴയ വക്താക്കളെന്ന് അറിയപ്പെടുന്ന വ്യക്തികൾ മാത്രമാണ് ഇപ്പം നിലവിൽ എനിക്കറിയാവുന്നത്. കോൺഗ്രസ് ഇതുവരെയായിട്ടും വക്താക്കളെ പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ഈ ജിൻഡോ ജോണിനെ പോലെയുള്ളവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ വക്താക്കളാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല, എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ ഞങ്ങൾ വക്താക്കളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ്. മറ്റൊന്ന്, എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു പ്രവണത കാട്ടുന്നത്? പ്രത്യേകിച്ച് VD സതീശനോട് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന ആ ഒരു നിമിഷത്തിന് ശേഷം പെട്ടെന്ന് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. ഇതിനെല്ലാം തന്നെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ വല്ല വൈരാഗ്യമുണ്ടോ, വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അരി ആഹാരം കഴിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും അറിയാം ജിൻഡോ ജോണ് എന്തുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് വിഭ്രാന്തിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭാ സീറ്റ് BD സതീശൻ നിഷേധിച്ചു എന്നതിൻ്റെ കാരണത്തിലാണ് അദ്ദേഹത്തിന് ഇത്രയും അധികം വൈരാഗ്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എന്തൊക്കെ പറയുന്നതിന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല. അദ്ദേഹം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. കേരളത്തിൻ്റെ ജനങ്ങൾ, അതായത് ഇത്രയും 10 വർഷം LDFനെ മടുത്ത ജനങ്ങൾ ഈ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്രത്തോളം വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പം ഈ സാധാരണപ്പെട്ട അണികളും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരും നാട്ടുകാരും എല്ലാം UDFന് ഇത്രയും പ്രതീക്ഷ വയ്ക്കുമ്പോൾ UDFനകത്ത് നിന്ന് തന്നെ ഈ ജിൻഡോയെ പോലുള്ള ചില കൃമികൾ വളരെ മോശമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തങ്ങൾ ഈ വക്താക്കളാണ് എന്ന് സ്വയം പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ കൂടെ അപകീർത്തി പ്രവൃത്തികളാണ് ജിൻഡോയെ പോലുള്ള സാമാന്യം ബോധമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ജിൻഡോ കാണിക്കുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ അത് സത്യം പറഞ്ഞു കഴിയും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് വളരെയധികം വിഷമമാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും അദ്ദേഹം ഉന്നയിക്കുന്നത് 10 വർഷം CPM ഭരിച്ചു, ഇതിന് ശേഷമാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്, കഷ്ടപ്പെട്ട് നേടിയ ഭരണം കോൺഗ്രസ്സുകാർ തന്നെ തുലയ്ക്കുമോ എന്നുള്ള ചോദ്യമാണ് പൊതുജനങ്ങളും അദ്ദേഹവും ചോദിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കോൺഗ്രസ് തന്നെ ചെയ്യുന്ന സാഹചര്യം, അതായത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന് ഉള്ളിലുള്ള നേതാക്കൾ തന്നെ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സൈബർ ഇടത്തിലുള്ള സംസാരവും നിലനിൽക്കുന്നുണ്ട്. ഒരു വാചകം കൂടി പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കാം. ഇക്കഴിഞ്ഞ ദിവസം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറിനെതിരെ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാലും നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ KM കൃഷ്ണലാൽ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിത നീക്കം എന്ന KM കൃഷ്ണലാൽ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്ലീഡർ വിവാദം അനാവശ്യമാണ് എന്നാണ് കൃഷ്ണലാലിൻ്റെ വാദം. എന്തായാലും CPM BJP മുൻ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ചിലർക്കുള്ളത് എന്നാണ് കൃഷ്ണലാൽ പങ്കുവയ്ക്കുന്നത്. ഇതേ സമാനമായ ആരോപണം തന്നെയാണ് നിലവിലിപ്പോൾ അജു കെ മധുവും ഉയർത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.